ആ നിൽക്കണ നാലെണ്ണത്തിനെ കണ്ടോ? 4 താറാവാണ് നിൽക്കുന്നത്. ആ 4 താറാവിനെ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് കുറച്ച് പച്ചവെള്ളം കൊണ്ടുണ്ട്. പച്ചവെള്ളമല്ലേ? നല്ല ശുദ്ധമായ പച്ചവെള്ളം. അതെ, ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ചറിയാലേ? നമ്മൾ തിളപ്പിച്ചറിയല്ല ബയ്യ മനെ. അപ്പോൾ ആ സാധനം നമ്മൾ താറാവുമ്പോൾ നീന്തണമല്ലോ, നീന്താൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കിയതാണിത്. പക്ഷേ ഇതിൽ കടക്കുമ്പോൾ ചത്തിട്ടുണ്ടാവുന്നല്ലോ. കുറച്ച് നേരം ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലേശം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് സോക്ക് ചെയ്ത് അതിന് കുളിക്കാൻ കുറച്ചൊരു 1/4 മണിക്കൂർ കൊടുക്കും. അതെ, ഒരു 1/4 മണിക്കൂർ ഇതിൽ നമ്മൾ മുക്കി വയ്ക്കും. അതിന് വേണമെന്നുണ്ടെങ്കിൽ ചത്തിട്ട് കുളിക്കുക എന്താ വെച്ചാൽ ചെയ്തോട്ടെ. എന്നിട്ട് ആ സാധനം എടുത്തിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ വെട്ടി സെറ്റാക്കിയിട്ട് നല്ല വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് കൊണ്ടാട്ടം അടിച്ചിടും. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. വേണമെന്നെനിക്ക് അവസാനമായിട്ട് ജീവനോട് ഒന്നുകൂടി കാണും, പിന്നെ കാണിച്ചു തരില്ല. കാണാൻ പറ്റില്ല. അപ്പോളേ എടുത്ത് പൊട്ടിച്ച് വയ്ക്കല്ലേ? ഇവിടെ ലൈറ്റർ ഇട്ടു. അല്ല വേണ്ട, ലൈറ്റ് എടുത്താലും പണിയാണ്, എന്തെടുത്താലും പണിയാണല്ലോ. ഈ സാധനേ തികയും തോന്നിയില്ല, മൊത്തത്തിൽ മുങ്ങി കിടക്കാൻ ഉണ്ടാവൂല. അപ്പം എന്തായാലും വെള്ളം കയറ്റേണ്ടി വരും. വെള്ളം അല്ല കുഴച്ച സാധനം എന്താ പിന്നെ വെള്ളമല്ലേ? എന്താ കുറച്ച് തന്നെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുമ്പോൾ കൈ കടന്ന് പടച്ചറിഞ്ഞ സാധനം. എന്തായിരുന്നാലും നമുക്കേ 4-5 കുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സാധനം ഇതിനെ ഇറക്കണം, ഇതിൽ സോക്കി വയ്ക്കാം. നേരെ മുങ്ങി കടന്നോട്ടെ. ഓക്കേല്ലേ, നേരെ മുങ്ങി കടന്ന് ഈ വെള്ളമൊക്കെ ഇത് അകത്താക്കണം. ഇനി കുറച്ചേരം കിടക്കട്ടെ, നീന്തിക്കോ. ഇപ്പോൾ കേട്ടോ നമ്മൾ നേരെ അതിൽ നിന്നെടുത്ത് വെട്ടി വൃത്തിയാക്കി കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട്. അടുത്ത മസാല എനിക്കുള്ള പരിപാടിയാണ്. ചെറിയ മസാല, ഫ്രൈ മസാല, അതേമാതിരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം പാടെ നല്ല മിക്സ് ചെയ്യാം. ഇതേ ഒന്നും നോക്കാമല്ല, കൂട്ടിന് പെനവനയ്ക്കുക. കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. കേട്ടോ, ഈ ലഗ്ഗൊക്കെ നമുക്ക് കടിച്ചൊലിക്കാനുള്ളതാണ് വറുത്തിട്ട്. അപ്പോൾ ഈ സാധനം ഇനി കുറച്ചധികം നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. സോക്ക് ചെയ്തതിൻ്റെ ഗുണം വരുമെന്നൊക്കെ നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ട് അറിയാം. കേട്ടോ, നല്ല ഓയിൽ വേണം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒന്ന് തതിക്കാം. ഒരു പപ്പാതിയൊക്കെ നമുക്ക് സാധനം അപ്പം സാധനം ഒരുങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. ഇതാ പോണ രണ്ടാമത്തെ സെറ്റ്. നമുക്കേ ഉരുളി വെച്ച് കൊടുക്കാം. അപ്പം അതിലേക്ക് ലക്ഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ലക്ഷം
ഉലുവ മല്ലി വറ്റൽമുളക്. വറ്റൽമുളക് നല്ല മൂത്ത് തന്നെ. എനിക്ക് കുറച്ച് ഉള്ളി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലക്ഷം ചേമ്പിൻ്റെ ഇലയിൽ പൊതിഞ്ഞ നമ്മുടെ ക്യാപ്സിക്കം കോട്ടയാണ്. ഇന്ത്യയിലും ചെയ്യുമ്പോൾ കണ്ട ആ തേക്കെങ്കിൽ തേക്ക് നല്ല ടോപ്പ് ഇഞ്ചി പേസ് കേട്ടോ. കേട്ടോ ഉപ്പ്, മുളക് പൊടി, മീറ്റ് മസാല, അതേമാതിരി ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ഇതെന്ത് സാധനമായിരുന്നു? ജീരകപ്പൊടി. ആ ജീരകപ്പൊടി, അതേമാതിരി മഞ്ഞൾപ്പൊടി. അത്രയും സാധനം എന്താ എനിക്ക് ഇങ്ങനെ പോട്ടെ കേട്ടോ. നല്ല ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ നമ്മളെ ഡക്ക് പൊരിച്ചിറക്കിക്ക സാധനം പോട്ടെ. നല്ല പെരിഞ്ജീരകം, നല്ല സ്പ്രിംഗ് ഒനിയൻ, ഇത് രണ്ടും എനിക്ക് ഇങ്ങനെ വെതറി ഇങ്ങനെ പോട്ടെ. സ്പ്രിംഗ് ഒനിയൻ കുറച്ച് തോനെ കിടക്കട്ടെ, കാരണം കടിക്ക് അങ്ങനെ കിട്ടണം. പോരാത്തതിന് സാധനമായി തീ ഓഫ് ചെയ്തു. ഈശ്വര കാല് പടണേ കേട്ടോ. കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചു കേട്ടോ. അപ്പോൾ താറാവ് എന്താണ് കൊണ്ടാട്ടം പൊരിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് സോസൊക്കെ വെച്ചിട്ട് സാധനം നല്ല ഡ്രൈ ആവും. ഒന്നാമത് താറാവ് എന്തായാലും ഡ്രൈ ആവും. പോരാത്തതിന് അല്ല ആദ്യം തന്നെ വാണിങ്ങേരാണ്. കുക്കറിട്ട് പുളിങ്ങാനോടും ചിലപ്പോൾ ഈ സാധനം ഡ്രൈ ആവും, പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ സാധനം വിചാരിച്ച വെള്ളം വന്നില്ലല്ലോ. കുറച്ചല്ലേ ഉള്ളൂ, എല്ലാവരും കഴിയിട്ടില്ല. നേരം പോലെ ഫ്രൈ ആയിരുന്നു. മസാല കിട്ടില്ല. മസാല ഉണ്ടല്ലോ, ആ കൊണ്ടാടത്തിന് മസാല ഇത് ആ സ്പ്രിംഗ് ഒനിയനും മസാല ഇത് സ്പ്രിംഗ് ഒനിയനും സാധനങ്ങളൊക്കെ പടത്തിട്ടും ഈ മസാല മസാല ഇട്ട് പൊറോട്ട ടോപ്പാണ്. മസാല നന്നായി പിടിച്ചു അല്ലേ? മസാല തെറ്റാണ്. നല്ല മസാല വെനച്ചിട്ട് ഒരു പൊറോട്ട പീസ്, ഇവിടുന്ന് നേരെ പീസ്. ആ സോസിൻ്റെ മതിനോടിയാണല്ലോ സെറ്റാണ് സാധനം. ഇനി ഒന്നുമില്ല, നീര് കിടന്ന പൊറോട്ട. ഈ പൊറോട്ട എത്ര നേരമായില്ലായിരുന്നു കേട്ടോ. മസാലയിൽ പറഞ്ഞാലേ ഇപ്പോൾ കുറച്ച് മസാല കൂട്ടിയിട്ട് നല്ല സംഭവം വരുമോ? ചില കാലം അടിപൊളിയല്ല എന്ന് പറയാമോ. ഇത് രസമുണ്ട്. സംഭവം എന്താ അറിയോ, നമ്മൾ നല്ല വെക്കാൻ അറിയാൻ കേട്ടോ. അല്ലാണ്ടെങ്കിൽ ചെയ്യണതെല്ലാം പാളിപ്പോവല്ല. നമ്മൾ വെറൈറ്റി ആയിട്ട് നോക്കണു. അതേമാതിരി വെറൈറ്റി ആയിട്ട് സാധനം ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുന്നുള്ളൂ. നമ്മുടെ പരീക്ഷണമാകുമ്പോൾ ചിലപ്പോൾ പാളും പാടാണ്ടിരിക്കാം. ഇപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത്രയും വലിയ വാരിലൊക്കെ വാങ്ങിയിട്ട് ചുട്ടിട്ട് ശരിയാവാണെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല. അതെ, നല്ലതാണോ? നല്ലതാണെന്ന് ഞാൻ പറയും. അല്ലേ അല്ല തന്നെ പറയും. അതിലിപ്പം ഇനി അപ്പം ഇനി വീഡിയോൻ്റെ വിജയപരാജയങ്ങൾ നോക്കിയിട്ടല്ല, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നേരെ വൃത്തിക്ക് ചെയ്യും. പക്ഷെ സാധനം അവസാനം നന്നല്ലാണ്ടെങ്കിൽ നന്നല്ല എന്ന് പറയും. കാരണം അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലിപ്പോൾ ഇനി അല്ല ഞാൻ സത്യസന്ധനാവാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് റിവ്യൂ പറയണമെന്നുള്ളതൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയ സാധനം തന്നെ. ഇല്ല, ഞങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ്. ഞങ്ങൾ പറ്റില്ല അറിയും. കാരണം ഞങ്ങൾക്കൊന്നും ഇഞ്ഞാളെ തന്നെയാണ്. അല്ല എത്ര ഉള്ളൂ. ഈ സാധനം സെറ്റായും ഞാൻ തിന്നണം പറ്റിയേ. ആരും ഒന്ന് തിന്നേണ്ടി. ഇതിന് നമുക്ക് പറ്റിയ പഴം എന്താ അറിയോ, നമുക്കിതിന് മുക്കി കഴിക്കാൻ ഒരു ഗ്രേവി കിട്ടിയില്ല. കൊണ്ടാട്ടത്തിനാണെന്നുണ്ടെങ്കിൽ കൊണ്ടാട്ടം എപ്പോഴും സൈഡ് ഡിഷാണ് വരിക, മെയിനല്ല വരിക. പൊറോട്ട ഗ്രേവിയിൽ കൂട്ടി പിടിക്കാൻ ഒരു ഗ്രേവി ഉണ്ടായില്ല. ആ വലിയ വെച്ചുണ്ടായി. പക്ഷെ താറാവിൻ്റെ നല്ലൊരു കാലം കിട്ടുമ്പോൾ അതേമാതിരി ഇരുത്തി കടിച്ചാൽ തീരല്ല. പ്രശ്നം എന്നാൽ കൊഞ്ഞെടുത്തോ ആവശ്യപ്പെടും. അപ്പോഴേ
ഇന്നത്തെ പരിപാടി അമ്പടിച്ച് തീർക്കാൻ പോവാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ഒരു വിചാരം. നന്നല്ലാത്ത വെറുതെ വായിലിച്ചിട്ട് ഈ ബബിൾക്കാൻ തിഞ്ഞന്മാർ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഉള്ളത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അപ്പം സബ്മിറ്റ് ഇറങ്ങി പോവാം. അങ്ങനെ വലിയ